മെസ്സിയും സുവാരസും മാജിക് തീർത്ത മറ്റൊരു രാത്രി കൂടിയായിരുന്നു ഇന്നത്തേത്. ന്യൂയോർക്ക് റെഡ് ബുൾസിനെതിരെ 2-6 ഗോളിൻ്റെ തകർപ്പൻ വിജയമാണ് ഇന്റർ മയാമി സ്വന്തമാക്കിയത്. പോയിന്റ് ടേബിളിലെ 3-ാം സ്ഥാനക്കാരെ തകർത്തെറിഞ്ഞ മിയാമി 1-ാം സ്ഥാനം അരക്കെട്ടുറപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ഒരു മെസ്സി മാജിക് തന്നെയായിരുന്നു കണ്ടത്. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിലാകുന്നു. പിന്നീട് സുവാരസിൻ്റെ ഹാട്രിക് മികവിലും മെസ്സിയുടെ 5 അസിസ്റ്റിൻ്റെ മികവിലും ഇന്റർ മയാമി മത്സരത്തിലേക്ക് ആധിപത്യപൂർവ്വം തിരിച്ചു വരുന്നു. ഒടുവിൽ 90 മിനിറ്റുകൾക്ക് ശേഷമുള്ള സ്കോർ ബോർഡിൽ 6-2 എന്ന അക്കം തെളിയുന്നു. എല്ലാം മനോഹരമായിരുന്നു. ഈ ഒരൊറ്റ രാത്രി കൊണ്ട് അമേരിക്കൻ ഫുട്ബോളിൻ്റെ ചരിത്രം തന്നെ ലിയോ മെസ്സി തിരുത്തി എഴുതി. ഒരൊറ്റ മത്സരത്തിൽ ഇത്രയധികം അസിസ്റ്റുകൾ സ്വന്തമാക്കുന്ന ഏക താരമായി മെസ്സി മാറിക്കഴിഞ്ഞു. ഒരു മത്സരത്തിൽ തന്നെ 6 ഗോൾ കോൺട്രിബ്യൂഷനുകളിൽ പങ്കാളിയാകുന്ന ഏക താരവും ഇപ്പോൾ ലിയോ മെസ്സിയാണ്. യൂറോപ്യൻ ഫുട്ബോളിലെ പല താരങ്ങൾക്കും അല്ലെങ്കിൽ യൂറോപ്യൻ ഫുട്ബോളിൽ തന്നെ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു മത്സരത്തിൽ ഒരു താരം വന്ന് 5 ഗോളുകൾക്ക് വഴിയൊരുക്കുക എന്നത് യൂറോപ്യൻ ഫുട്ബോളിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യൂറോപ്പിലെ അസിസ്റ്റിനെ കുറിച്ച് ഗൂഗിളിൽ തിരഞ്ഞപ്പോൾ സാവി ഹെർണാണ്ടസ് 2009 റിയൽ മാഡ്രിഡിനെതിരെ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ 4 അസിസ്റ്റ് കൊടുത്തത് ഓർമ്മയുണ്ട്. 2016 നെയ്മർ ജൂനിയർ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ 4 അസിസ്റ്റും 1 ഗോളുമായി മിന്നിത്തിളങ്ങിയ മറ്റൊരു പോരാട്ടവും ഓർമ്മയുണ്ട്. ഈ അടുത്ത് സിറ്റി സൂപ്പർ താരം കെവിൻ ഡി ബ്രൂയിനയുടെ 4 അസിസ്റ്റും മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്നാൽ ഒരു മത്സരത്തിൽ 5 അസിസ്റ്റും 1 ഗോളും യൂറോപ്യൻ ഫുട്ബോളിൽ പോലും തിരഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. മെസ്സി ചരിത്രം സൃഷ്ടിക്കുന്നവരാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് അമേരിക്കൻ ഫുട്ബോളിൽ ഇന്നേ വരെ നേടാത്ത മറ്റൊരു റെക്കോർഡ് മെസ്സി സൃഷ്ടിച്ചിരിക്കുന്നു. യൂറോപ്പിനെ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളവും ഇതങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ലിയോ മെസ്സി മിന്നുന്ന ഫോമിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ്